ഇലക്ട്രിക് ബസ് വിവാദത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് നിയമസഭയിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പരോക്ഷ മറുപടി. പ്രതിപക്ഷത്തെ പഴിചാരിയായിരുന്നു ഗണേഷ് കുമാറിന് ആന്റണി രാജു മറുപടി നൽകിയത്. തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയിൽ തുടങ്ങിയ പോര് നിയമസഭയിലും തുടരുന്നു. നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തെ പഴിചാരിയായിരുന്നു വിഷയത്തിലെ ആന്റണി രാജുവിന്റെ മറുപടി. ഇലക്ട്രിക് ബസ്സസ് ഗ്യാരണ്ടി 20% more revenue and 82% more profit than diesel buses എന്ന് പറഞ്ഞത്. സർ, ബസ്സിന് എത്ര കാലം ആയുസുണ്ടെന്ന് ഒരു ചോദിച്ചല്ലോ സർ. സർ, ബസ്സിനെ കുറിച്ച് ക്രസിൽ പഠിച്ചു കൊടുത്ത റിപ്പോർട്ട് എന്താണ് സർ? E-buses life 15 years span. 6 to 7 years വർഷമാകുമ്പോൾ ബ്രേക്ക് ഈവൻ ആവുന്നതാണ് പറയുന്നത് സർ. സർ, ഇത് വസ്തുതകളൊന്നും പഠിക്കാതെ, കാര്യങ്ങൾ പഠിക്കാതെ, മനസ്സിലാക്കാതെ അന്ധരാനെ കണ്ടതുപോലെയാണ് സർ പ്രതിപക്ഷം വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടുന്നതുപോലെ സാർ പറയാൻ സാർ. എന്നാൽ ഈ സമയം ഗണേഷ് കുമാർ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. ആന്റണി രാജുവിന് ശേഷം സംസാരിച്ച PK ബഷീർ ആന്റണി രാജു പറഞ്ഞത് ഗണേഷിനുള്ള മറുപടിയാണെന്നും അദ്ദേഹം സഭയിലില്ലാത്തത് ഭാഗ്യമെന്നും പരിഹസിച്ചു. ഗതാഗത വകുപ്പ് ഡീസൽ ബസ്സുകളിലേക്ക് മാറുന്ന നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് മുൻ മന്ത്രി നിയമസഭയിലും എതിർപ്പ് പരസ്യമാക്കിയത്. ജനം, തിരുവനന്തപുരം.